അപ്പോൾ ഉണ്ണി പറഞ്ഞ ആ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി പക്ഷേങ്കിൽ അവരുടെ ആക്ഷനുമായി ചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ വിഷയം. അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതിന് എൻ്റെ മുന്നിൽ കൃത്യമായ തെളിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗംഗയിൽ ഒഴുക്കിയ പണത്തിനൊന്നും ഒരു കയ്യും കണക്കും ഇല്ല. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ പാതി വെന്ത മനുഷ്യ ശരീരങ്ങൾ ഒഴുകുന്നത് ഈ നമ്മുടെ മാധ്യമങ്ങളിൽ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളതാണ്. രാജ്യം നാണിച്ച് തലകുനിച്ച ഒരു സംഭവമാണത്. ആ നിലയിൽ തന്നെയാണ് ഗംഗ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതാണ്ടൊരു 3 വർഷം മുമ്പ് തന്നെ ഗംഗയിൽ പോവുകയും ആ പ്രദേശം കാണുകയും ചെയ്തിട്ടുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ട്. അത് എളുപ്പമല്ല കേട്ടോ. നമ്മളങ്ങനെ പെട്ടെന്ന് ഒരു കുളം വൃത്തിയാക്കുന്ന പോലെ വൃത്തിയാക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ആ നിലയിൽ തന്നെയാണ് ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മറ്റു കാര്യങ്ങൾ കക്കൂസിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന പാചകവാതകത്തിൻ്റെ കാര്യത്തിനായാലും അത് ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഒരു ഭരണം എങ്ങനെയാണോ നടക്കേണ്ടത് അതിനകത്ത് സ്വാഭാവികമായ രീതിയിൽ ചിലർക്കെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം ചെയ്തു എന്ന് തന്നെ, അല്ലെങ്കിൽ അത് നല്ല കാര്യമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതൊന്നും ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഒരു AB വാജ്പേയി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഒരു ആണവ സ്ഫോടനത്തിൽ പുതിയൊരു ചരിത്രം കുറിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു വളരെ ക്രിയേറ്റീവായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള ആ നിലയിൽ ബ്ലാങ്ക് ആണെന്നേ. ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയിൽ 2004 മുതൽ 2009 വരെയുള്ള UPA സർക്കാരിൻ്റെ NREGA എന്തൊക്കെ NREGA ഉണ്ട്, അതുപോലെ തന്നെ വിവരാവകാശമുണ്ട്, ഫുഡ് സെക്യൂരിറ്റി. നമ്മളെ പ്രൊഫസർ KV തോമസ് അല്ലേ ബില്ല് പൈലറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചലനം എന്താ? പിന്നെ ഒന്നുമില്ലാത്ത കോൺഗ്രസിന് 2009 ഉത്തർപ്രദേശിൽ കിട്ടിയ സീറ്റിന്റെ എണ്ണത്രയാണെന്നറിയോ? 21. കേരളത്തിലെ BJPയുടെ ശക്തി ഉണ്ടായിരുന്നില്ല അന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്. പറഞ്ഞോളൂ. ശരി, നമുക്ക് തുടരാം. അല്ല, സുജയിലേക്ക് തന്നെ തിരിച്ചു വരണം. Meet the editors.